പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മല്ലിക പ്രകൃതിയെ വെല്ലുവിളിക്കാൻ പോകുന്നു. എന്നാൽ കൃത്യസമയത്ത് മനുവും വക്കീലും ഇടപെട്ട് മല്ലികയെ അവിടെ നിന്ന് കൊണ്ടുപോയതിനെ തുടർന്ന് മല്ലിക എത്രയും പെട്ടെന്ന് തന്നെ കൺസൾട്ടന്റിനെ ചെന്ന് കണ്ട് നന്ദി അറിയിക്കാൻ തീരുമാനമെടുക്കുകയും അതിനായി കൺസൾട്ടൻസി ഓഫീസിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. പക്ഷേ അഞ്ജനയുടെ രഹസ്യം അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കുന്ന ലിയോണ അഞ്ജു ശങ്കർ UK പോകുകയാണ് എന്നും IAS എക്സാമിന് തുല്യമായ ഒരു എക്സാം എഴുതേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് തന്നെ 10 ദിവസം കഴിഞ്ഞ് ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലിക എന്തായാലും ഫോണിൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ അഞ്ജുവിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു. ഫോൺ പിക്കപ്പ് ചെയ്യുന്ന അഞ്ജുവിനോട് തന്നെ രക്ഷിക്കുന്നതിനായി ചെയ്ത കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്നുള്ള കാര്യം മല്ലിക വ്യക്തമാക്കുകയും തന്റെ ജീവൻ അഞ്ജുവിനോട് കടപ്പെട്ടിരിക്കുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ താൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞതിനെ തുടർന്ന് താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുന്ന മല്ലിക താൻ അഞ്ജുവിനോട് കടപ്പെട്ടിരിക്കുന്നതായി പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലിക വിങ്ങിപ്പൊട്ടിയതിനെ തുടർന്ന് മല്ലികയെ സമാധാനിപ്പിക്കുന്ന അഞ്ജന എന്തായാലും അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ താൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സോനയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന അഞ്ജന ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് രാജീവ്യങ്ങളിനെയും അതുപോലെ തന്നെ ഭാസ്കരനെയും രക്ഷപ്പെടുത്താനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിയ കമ്മീഷണർ ജോസഫിനെ കാണുകയും ജോസഫിനോട് ഈ തോൽവി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും അഞ്ജന തന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് അവൾക്ക് മുൻപിൽ തനിക്ക് ജയിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. അതിനായി എത്രയും പെട്ടെന്ന് തന്നെ മുത്തുവിനെ കണ്ടെത്തണമെന്നും മുത്തുവായിരിക്കും നമ്മളുടെ പ്രധാന ആയുധമെന്നും വ്യക്തമാക്കുന്ന കമ്മീഷണർ അങ്ങനെ തോറ്റുകൊടുക്കാൻ താൻ ഒരുക്കമല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജന കമ്മീഷണറെ ഫോൺ ചെയ്തതിനെ തുടർന്ന് അഞ്ജനയുടെ വിജയം താൽക്കാലികം മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന കമ്മീഷണർ 3 പേരെയും ശിക്ഷിക്കുന്നത് താൻ നേരിട്ട് തന്നെ കാണും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന അതുകൊണ്ട് തന്നെ അവരെ താൻ രക്ഷിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കമ്മീഷണർ തന്റെ അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ഇതേ സമയം തിരികെ PK നിലയത്തിലേക്ക് അഞ്ജന വന്നതിനെ തുടർന്ന് അഞ്ജനയാണ് തന്നെ ചതിച്ചത് എന്നുള്ള കാര്യം അഞ്ജനയോട് തുറന്നു പറയുന്ന പ്രതിഭ അഞ്ജനയുമായി ഇനി യാതൊരു ബന്ധവും താൻ വെച്ചു പുലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പ്രതിഭയുടെ ഈ തീരുമാനം അഞ്ജനയെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.